ബാർ കോഴ ആരോപണത്തിൽ നിലപാട് കടുപ്പിച്ച് ബിജു രമേശ്. ഭീഷണിപ്പെടുത്തി തന്നെ ആരും പിന്മാറ്റാൻ ശ്രമിക്കേണ്ട. ബിസിനസ് പരമായി കെ എം മാണി ഭീഷണിപ്പെടുത്തിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കും. കെ എം മാണിയുടെ അനധികൃത ഇടപാടുകളെക്കുറിച്ച് വിവരം ശേഖരിക്കുന്നുണ്ട്. തനിക്കെതിരെ വധഭീഷണിയുണ്ട്. എന്തു വന്നാലും ആരോപണത്തിൽ നിന്ന് പിന്മാറില്ല. ദൂതന്മാർ മുഖേന കേരള കോൺഗ്രസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്നും ബിജു രമേശ് പറയുമ്പോൾ കോഴ ആരോപണത്തിൽ ബിജു രമേശ് തെളിവ് നൽകിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. കോഴ ആരോപണം ഉന്നയിച്ചവർ ഇതുവരെ തെളിവ് നൽകാത്തത് എന്ത് എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. ഒത്തുതീർപ്പ് ആരോപണം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തള്ളിക്കളഞ്ഞിരിക്കുന്നു. മദ്യനയം പാളിയതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് കെ മുരളീധരൻ പറയുന്നു. അതേസമയം ഒത്തുതീർപ്പാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പിണറായി വിജയൻ ആക്ഷേപിക്കുകയും ചെയ്യുന്നു. ബാർ കോഴ വിവാദം എങ്ങോട്ട് ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്യുന്നു. ആദ്യം ശ്രീ ജേക്കബ് ജോർജ് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന്. ശ്രീ ജേക്കബ് ജോർജ്, ഇന്ന് ബിജു രമേശ് പറയുന്നത് 20 കോടി രൂപ അസോസിയേഷൻ പിരിച്ചിട്ടുണ്ട്, അത് നൽകിയിട്ടുമുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഏതറ്റം വരെയും പോകും സത്യത്തിനൊപ്പം എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. പക്ഷേ തെളിവിൻ്റെ ഒരു കണിക പോലും ഇതേവരെയായിട്ടും പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുകയോ അന്വേഷണ ഏജൻസിക്ക് കൈമാറുകയോ ചെയ്തതായി നമുക്കറിയില്ല. ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ബ്ലാക്ക് മെയിലിംഗ് ആണോ? ഇതിന് ഈ 20 കോടിയുടെ കാര്യം വളരെയധികം ചോദ്യങ്ങൾ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്. കാരണം ഈ 20 കോടി രൂപ കള്ളപ്പണമാണോ വെള്ളപ്പണമാണോ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നമ്മൾ ശമ്പളക്കാരനൊക്കെ ഉണ്ടല്ലോ, നികുതി അണ നയ പൈസ പിടിച്ചു വെച്ച് കേന്ദ്ര സർക്കാർ പിരിച്ചെടുക്കും. അപ്പോഴ് ബാർ ഉടമസ്ഥന്മാർ കൊടുത്ത ഈ 20 കോടി രൂപ എന്ന് പറയുന്നത് കള്ളപ്പണമാണോ? ആയിരിക്കും. സ്വാഭാവികമായിട്ട് ഇത് കള്ളപ്പണമായിരിക്കും. അപ്പോൾ എന്തുമാത്രം പണം ഈ ബാർ ഉടമസ്ഥന്മാരുടെ കയ്യിൽ കാണും? ഞാൻ ഇതുവരെയും ബാറുകളൊക്കെ തുറക്കണമെന്ന് പറയുന്ന ആളാണ്, അത് കാര്യം ശരി. പക്ഷേ ഈ വശം കൂടി നമ്മളൊക്കെ ആലോചിക്കണമെന്ന് പറയുകയാണ്. പോട്ടെ, 20 കോടി. അപ്പോൾ ഇത്രയും പണം നമ്മുടെ മന്ത്രിമാരുടെ കയ്യിൽ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഇരിപ്പുണ്ട്. ആരുടെ കയ്യിൽ ഇരിപ്പുണ്ട്? അവരുടെ കയ്യിലിരിക്കുന്ന ഈ കള്ളപ്പണമാണ്. കേരളം ഇത് മദ്യത്തിൻ്റെ മാത്രം. ബാക്കിയുള്ള കച്ചവടക്കാരുടെ കാര്യമോ? ബാക്കിയുള്ള വ്യവസായികളുടെ കാര്യമോ? അപ്പോൾ എന്തുമാത്രം കള്ളപ്പണം ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ കൈക്കൂലിയായിട്ട് മേടിക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു ചോദ്യമാണ് ബാർ ഉടമസ്ഥന്മാർ ഇന്ന് നമ്മുടെ മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ അവരറിയാതെ വെക്കുന്നത്. ഇത് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, 20 കോടിയുടെ കണക്ക് ഇന്നും ബിജു രമേശ് ആവർത്തിക്കുന്നു. ഇതിന്റെ വിവരങ്ങൾ പൊതുസമൂഹത്തിന് അറിയാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നു. സത്യത്തിന്റെ ഒപ്പം വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കും എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നതിനെ വിശ്വസിക്കണോ? യഥാർത്ഥത്തിൽ ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള സംഭാഷണമാണോ ഈ കേൾക്കുന്നത്? എങ്ങനെയാണ് താങ്കളും താങ്കളുടെ പാർട്ടിയും ഇതിനെ കാണുന്നത്? അല്ല, ഞങ്ങളുടെ നിലപാട് ഇന്നലെ തന്നെ പറയുകയുണ്ടായി. ഇക്കാര്യത്തിൽ അവർക്ക് രണ്ടുപേർക്കും ഒരു കോംപ്രമൈസിൽ എത്തിയാലേ മതിയാവും. ഒന്ന്, ആ എത്തുന്നതിന്റെ സൂചനകളെല്ലാം ഇന്ന് കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. ഇവര് വ്യവസായികളാണ്. ആ വ്യവസായത്തിനുള്ള തടസ്സം നീങ്ങി കിട്ടണം. അതിന് ഇതേപോലെ ഇക്കാര്യത്തിൽ ഈ കൊടുത്തോ ഇല്ലെന്ന് പരസ്യമായി ഇതുപോലെ ചാനൽ വന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെയാണ് അപമാനിക്കുന്നത്, മന്ത്രിമാരെയാണ് അപമാനിക്കുന്നത്. ആ മന്ത്രിമാര് ഒരുമാതിരി നപുംസങ്ങളെ പോലെ ഇതിനെ ഒന്നും ചോദ്യം ചെയ്യാതെ ഇരിക്കുന്ന ഒരു സ്ഥിതി വന്നാൽ അവർ ഈ പറയുന്നതിന്റെ ജെനുവിൻനെസ് എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? ഇവർ പറയുന്നതാണോ ശരി, മന്ത്രിമാർ പറയുന്നതാണോ ശരി? ഇവര് കൊടുത്തു എന്ന് പറയുന്നു, മന്ത്രിമാർ വാങ്ങിയില്ലെന്ന് പറയുന്നു. ഇതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്തിയ അന്വേഷണത്തിന് മുമ്പിൽ ഇത് തെളിയിക്കണ്ടേ? ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? ഇയാൾ പറയുന്നത് ഇയാൾ തെറ്റാണ് പറയുന്നത്, ബിജു രമേശ് തെറ്റാണ് പറയുന്നതെങ്കിൽ തെറ്റാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റില്ലേ? ഗവൺമെന്റ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഇവർക്ക് അവരുടെ ബാറുകൾ തിരിച്ചു കിട്ടണം. അതിനുവേണ്ടിയുള്ള ഒരു അപ്രോച്ചാണ് ഇവരെടുക്കുന്നത്. ഗവൺമെന്റിനെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയോ ബ്ലാക്ക്മെയിൽ ചെയ്യുകയോ പൈസ കൊടുത്തോ ഒക്കെ സ്വാധീനിച്ച് അവരുടെ ബിസിനസ് കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത്. അവർക്ക് ഈ ഗവൺമെന്റിനെ മറിക്കുന്നതൊന്നും താല്പര്യമില്ല. ബാറ് തിരിച്ചു കിട്ടണം. ആ ബാർ തിരിച്ചു കൊടുക്കാമെന്ന് ഇവർ ചില കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ചില സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോ രേഖകൾ ഹാജരാക്കാതിരിക്കുന്നത്. എവിടെ കയ്യിൽ ചില രേഖകളെങ്കിലും കാണാതിരിക്കില്ല, അല്ലെങ്കിൽ ഇത്രയും തന്റെ അടുത്തോടുകൂടി വന്ന് പറയുമോ? ദയവായി തുടരണം താങ്കൾ. ശ്രീ വി എസ് സുനിൽകുമാർ MLA കൂടി ചർച്ചയിൽ. ശ്രീ വി എസ് സുനിൽകുമാർ, ബാർ ഉടമകൾ അവരുടെ യോഗം ചേർന്നപ്പോൾ നടന്ന പ്രധാനപ്പെട്ട ചർച്ച ഒളിക്യാമറയിലൂടെ നമ്മൾ കേട്ടതാണ്. ഈ സർക്കാരിനെ വളയ്ക്കാനേ പാടുള്ളൂ, ഒടിക്കാൻ പാടില്ല. നമ്മളൊരു ദുരവസ്ഥയിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. ഈ ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം വന്നിരിക്കുന്നു. ഒരാളെ വളച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. 20 കോടിയുടെ കണക്ക് പറയുകയാണ്. ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, തെളിവ് ഇതേവരെ ഹാജരാക്കിയിട്ടില്ല. ഇനി ഹാജരാക്കുമോ എന്ന് നമുക്ക് അറിയുകയുമില്ല. ഇതൊരു സർക്കാരിനെ ബ്ലാക്ക്മെയിൽ ചെയ്യിച്ച് കാര്യം നേടാനുള്ള സമ്മർദ്ദ തന്ത്രം മാത്രമാണോ
എന്താണ് CPIയുടെ അഭിപ്രായം? രണ്ടു കൂട്ടരും ബ്ലാക്ക് മെയിലിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം രണ്ട് കൂട്ടർക്കും സ്ഥാപിതമായ താല്പര്യങ്ങളാണുള്ളത്. കാരണം ബാർ മുതലാളിമാരെ സംബന്ധിച്ച് അവർ ഗവൺമെന്റിനെ സ്വാധീനം ചെലുത്താൻ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ മന്ത്രിമാർ വാങ്ങിയിരിക്കുന്ന കോഴയുടെ വിഷയം പുറത്തുവിട്ടു എന്നുള്ളതും, ഇരുകൂട്ടരും ചെയ്യുന്ന എന്താണ്, കോഴ കൊടുത്തുകൊണ്ട് കാര്യം സാധിക്കാൻ വേണ്ടി ബാർ ഉടമസ്ഥന്മാർ ശ്രമിക്കുമ്പോൾ കോഴ വാങ്ങി അവരുടെ കാര്യം നടത്തി കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ മന്ത്രിമാർ ശ്രമിക്കുകയാണ്. അതല്ലാതെ നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് മന്ത്രിമാരും ബാർ ഉടമസ്ഥന്മാരും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ അത് കണ്ട് നോക്കിയിരിക്കുന്ന നോക്കൂത്തികളായി മാറി നിൽക്കും എന്ന് ഇവരാരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം നിയമവിരുദ്ധമായ അഴിമതി പ്രവർത്തനമാണ്. അഴിമതി എന്ന് പറയുന്നത് അഴിമതി കൊടുത്തവരും നടത്തിയവരും അഴിമതിക്ക് ഇരയാക്കപ്പെട്ടവരും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, അഴിമതി സമൂഹത്തോടുള്ള ക്രിമിനൽ കുറ്റമാണ് എന്നാണ് സുപ്രീം കോടതി തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യത്തിൽ ഇവിടെ നടന്നിരിക്കുന്ന അഴിമതിയാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും തർക്കമില്ല. വലിയ തോതിലുള്ള അഴിമതി, കോടികളുടെ അഴിമതിയും ധന ഇടപാടുകളും ഇതിന്റെ പേരിൽ നടന്നിരിക്കുന്നു. അവിഹിതമായ സ്വത്ത് സമ്പാദിച്ച ബാർ ഉടമസ്ഥന്മാരും അത് ചൂഷണം ചെയ്തുകൊണ്ട് കോടികൾ സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഭരണകക്ഷിയിലെ മന്ത്രിമാരും നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ശാപമായി മാറിയിരിക്കുകയാണ്. ഈ വിഷയം സമഗ്രമായ അന്വേഷണത്തിലൂടെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ബാർ ഉടമസ്ഥന്മാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച തെളിവുകൾ, ഇവിടെ നേരും തെറിവുമുള്ള ഒരു പോലീസ് ഉണ്ടെങ്കിൽ, അന്വേഷണ സംവിധാനമുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള സംവിധാനത്തിലേക്ക് ഗവൺമെന്റ് പോകണം. അതല്ലാതെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം തേച്ചു മാച്ച് കളയപ്പെടും എന്നാരും ധരിക്കേണ്ട. കേരളത്തിലെ പ്രതിപക്ഷം ഈ കാര്യത്തിൽ ശക്തമായ നിലയിൽ തന്നെ ഇടപെടുകയും നിയമപരമായ നിലയിൽ തന്നെ CPI എന്ന നിലയിൽ നിയമപരമായ നിലയിൽ തന്നെ ഞങ്ങൾ ഈ വിഷയം ഹൈക്കോടതി അടക്കമുള്ള കോടതിയെ സമീപിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയും അതിന്റെ പങ്കുപറ്റുന്ന വാർഡോസ്റ്റർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കോടതിയെ സമീപിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, എന്തായാലും ഈ പോരാട്ട നാടകം കാണാൻ കേരളത്തിലെ ജനങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ രണ്ട് കൂട്ടരും തമ്മിൽ, അതായത് ആരോപണം ഉന്നയിക്കുന്ന ബാർ ഉടമകളും ഭരിക്കുന്ന സർക്കാരും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തി അവസാനിപ്പിക്കാവുന്ന ഒരു വിഷയമാണോ? പൊതുസമൂഹത്തിന് മുന്നിലാണ് കുറേ ആരോപണങ്ങൾ നിരത്തിയിരിക്കുന്നത്. അത് തെളിയിക്കാനുള്ള ബാധ്യത, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽ എവിഡൻസ് കൊണ്ടുവരാനുള്ള ബാധ്യത, ഇതൊക്കെ ആ ആരോപണം ഉന്നയിച്ചവരെ സംബന്ധിച്ചുണ്ട്. അവർ അത് ചെയ്യുന്നില്ല എങ്കിൽ ഈ രണ്ട് കൂട്ടരും തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കി അവസാനിപ്പിക്കാൻ പറ്റുകയും നമ്മളൊക്കെ വിഡ്ഢികളാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയുമാണല്ലോ ചെയ്യുക. അതായിരിക്കുമോ കാത്തിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ആ വഴിക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ബാർ ഉടമസ്ഥന്മാർക്ക് ഇതൊരു വലിയ സാൻമാർഗികതയുടെയോ നൈതികതയുടെയോ വിജയമായിട്ട് കൊട്ടിഘോഷിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് വേണ്ടത് ബാറുകൾ തുറന്നു കിട്ടുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായിട്ട്. അതിനുവേണ്ടിയാണ് അവർ നീങ്ങുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം, അതിന് മാധ്യമങ്ങളെ കരുക്കളാക്കുന്നു. മാധ്യമപ്രവർത്തകർ അറിഞ്ഞോ അറിയാതെയോ അതിൽ വീഴുന്നു. അവർക്ക് വലിയ പബ്ലിസിറ്റി കിട്ടുന്നു. ഗവൺമെന്റ് പേടിച്ച് പറിക്കുന്നു. ആരൊക്കെയാണ് കൈക്കൂലി മേടിച്ചെന്ന് അറിയാതെ ജനങ്ങൾ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു. ഇത്ര വലിയൊരു അഴിമതിയുടെ സാമ്രാജ്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റും പൊങ്ങിയിരിക്കുന്നല്ലോ എന്നോർത്ത് അവർ അന്തം വിട്ടിരിക്കുന്നു. അതുകൊണ്ട് അഭിലാഷ്, ഇത് ചില്ലറ കാര്യമൊന്നുമല്ല. നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ജനങ്ങൾക്ക്, നമ്മൾക്ക് രാഷ്ട്രീയക്കാരിലുള്ള വിശ്വാസം കുറയുകയാണ്. മദ്യ രാജാക്കന്മാർ ഇവിടെ പണം ഒഴുക്കുകയാണ്. അതൊക്കെയാണ് ഇപ്പോൾ അവർ തന്നെ പറയുകയാണ്. ഞങ്ങൾ 20 കോടി കൊടുത്തു എന്ന് പറഞ്ഞാൽ 20 കോടി രൂപ രാഷ്ട്രീയക്കാരൻ, ദാർത്തി പൂണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരൻ്റെ മടിയിൽ വെച്ചു കൊടുക്കുകയാണ് ബാർ മുതലാളിമാർ. അത് നമ്മൾ ഓർക്കണം. അപ്പോ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ഗൗരവമേറിയ കാര്യമാണ്. ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ വിഷയം തന്നെയാണിത്. ഞാൻ യോജിക്കുന്നു. ദയവായി തുടരണം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അജയ് തറയിൽ, കോൺഗ്രസ് വക്താവ് കൂടി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ അജയ് തറയിൽ, ഇന്ന് ആരോപണങ്ങൾ ആവർത്തിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ബിജു രമേശ് പറയുന്നത് വിജിലൻസ് അന്വേഷണ സംഘം മാധ്യമങ്ങളെ അടക്കം മിസ്ലീഡ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. ബിജു രമേശ് പറയാത്ത കാര്യങ്ങളാണ് വിജിലൻസ് വൃത്തങ്ങൾ മാധ്യമങ്ങൾ വഴി പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള മൊഴിയല്ല അദ്ദേഹത്തിൻ്റെ മൊഴിയായി വന്ന് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിലുള്ളതെന്ന് അദ്ദേഹം പറയുന്നു. മൊഴി പകർപ്പ് വാങ്ങിക്കും, അതിനുള്ള അപേക്ഷ കൊടുക്കും, അത് കിട്ടിയാൽ കാര്യങ്ങളൊക്കെ തെളിയിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. ഈ സർക്കാർ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ അന്വേഷണ സംവിധാനം പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ഈ അന്വേഷണത്തെ അട്ടിമറിക്കുകയാണോ? അല്ല, ഈ അന്വേഷണ സംഘം ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കണമെന്നാണോ അഭിലാഷ് പറയുന്നത്? ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കേണ്ട ബാധ്യതയൊന്നും, ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി ഈ ഗവൺമെന്റിലെ ചില ആളുകൾ അഴിമതിക്കാരാണ് എന്ന് വരുത്തുക എന്ന് പറയുന്നത്
വിജിലൻസിന്റെ ജോലിയല്ലല്ലോ. ഇവിടെ ചില മാധ്യമങ്ങളിലൂടെ ആ എഴുതി കൊടുത്ത ആരോപണമല്ല, അതും മനസ്സിലാക്കണം. മാധ്യമ ചർച്ചയിൽ ഒരാരോപണം ഒരു മാധ്യമത്തെ ഉന്നയിക്കുകയും ആ ആരോപണം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ആഘോഷിക്കുകയും അവസാനം ഞങ്ങൾ പറഞ്ഞു ഒരു കഴമ്പുമില്ല, കാര്യവുമില്ല, ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ആരും സമ്മതിച്ചില്ല. ഇപ്പോൾ ഒരു കഴമ്പുമില്ല, തെളിവുമില്ലാത്ത കുറെ ആരോപണങ്ങൾ വീണ്ടും മാധ്യമങ്ങളിലൂടെ ആരോപിക്കുകയാണ്. ഇവിടെ എന്തെല്ലാം വഴികളുണ്ട്, എന്തെല്ലാം മാർഗങ്ങൾ കേരളത്തിൽ അഴിമതി നിരോധനത്തിനുണ്ട്. ഈ വഴികളിലൊന്നും ഇവരെ പോകുന്നില്ല. അപ്പോൾ ഇവർ ഗവൺമെന്റിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും അത് മുഖേന എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയുള്ള സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയും കേരള ഹൈക്കോടതിയിലെ വക്കീലിന്റെ ഉപദേശപ്രകാരവും ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. സത്യം പറഞ്ഞാൽ ഇത് നാടിനോട് ചെയ്യുന്ന വലിയ അനീതിയാണ്. ഒരു കഴമ്പുമില്ലാത്ത കുറെ കാര്യങ്ങൾ, ഒരർത്ഥവുമില്ലാത്ത കാര്യങ്ങൾ ആരോപണമായി പറയുക. നാളെ സുനിൽകുമാറിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചാൽ, തൃശ്ശൂർ നിന്ന് ഒരു പത്രസമ്മേളനത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണം ശരിയാണെന്ന് പറഞ്ഞിറങ്ങുന്നതിൽ അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനൊക്കെ വളരെ വ്യക്തമായ നിലപാടൊക്കെ എടുത്തിരിക്കുന്നത്. ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരട്ടെ എന്നാണ് അദ്ദേഹം ഒക്കെ പറയുന്നത്. തീർച്ചയായും അങ്ങനെയാണ് താങ്കളുടെ നിലപാട്. ശ്രീ വി എസ് സുനിൽകുമാർ, ഇപ്പോൾ ശ്രീ അജയ് തറയിൽ പറയുന്നത് വളരെ പ്രസക്തമായ കാര്യങ്ങളല്ലേ? ഞാനോ താങ്കളോ ഒക്കെ ഇതാ വലിയ അഴിമതി എന്ന് പറയാൻ ആധാരമാക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ വസ്തുതകൾ എന്താണ് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ചില ബാർ ഉടമകൾ ഇങ്ങനെ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നതിനപ്പുറത്ത് ഇവിടെ അഴിമതിയോ കോഴയോ ഒക്കെ നടന്നതിൻ്റെ ഒരു ചെറിയ വസ്തുത അല്ലെങ്കിൽ ഒരു തെളിവ് പോലും ഇല്ല എന്നുള്ളതല്ലേ അവസ്ഥ? അതങ്ങനെ ലളിതമായിട്ട് കാണേണ്ട കാര്യമല്ല. കാരണം ഇവര് ഈ ബാർ മുതലാളിമാര് മന്ത്രിസഭയെയും മന്ത്രിമാരെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ നിയമമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആ അഴിമതിക്കാരായിട്ടുള്ള അഴിമതി ഉണ്ട് എന്ന് പറയുന്ന ഈ ബ്ലാക്ക് മെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ബാർ മുതലാളിമാർക്കെതിരായ നിയമപരമായ നടപടി പോലും ഇവർ സ്വീകരിക്കാതിരിക്കുന്നത്? നേരെ മറിച്ച് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? നേരെ മറിച്ച് ഗവൺമെന്റ് തിരിച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. അതാണ് അവർ ഉന്നയിക്കുന്ന കാര്യം. ഇപ്പോൾ നേരത്തെ ബിജു രമേശ് എന്ന് പറയുന്ന കോൺട്രാക്ടർ ആണല്ലോ ആദ്യം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പൊ പറയുന്നു എന്റെ ബിസിനസ് തകർക്കാൻ കെ എം മാണി ശ്രമിക്കുകയാണ്, അങ്ങനെ ചെയ്താൽ അതേ നാണയത്തിൽ ഞാൻ തിരിച്ചടി കൊടുക്കും എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതിൽ ബിസിനസ്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് ആരോപണം ഉന്നയിച്ചു എന്നുള്ളതുകൊണ്ടും നേരത്തെ ബഹുമാനപ്പെട്ട ജേക്കബ് സാർ സൂചിപ്പിച്ച പോലെ ഇത് ഈ രാജ്യത്തൊരു നന്മ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ചതല്ല. അവരുടെ ബിസിനസ് ഡീലിൽ നടക്കുന്ന അവിഹിതമായ ഇടപാടുകളെ പറ്റി അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അവരുടെ കാര്യം നടത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അത് സമൂഹത്തിൽ നടക്കുന്ന ഒരു ക്രിമിനൽ കുറ്റത്തിന്റെ വെളിപ്പെടുത്തലായിട്ട് മാറുമ്പോഴാണ് സമൂഹം അത് ഏറ്റെടുക്കുന്നത്. അതല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഏതെങ്കിലും വിഷയത്തിലെ തർക്കങ്ങളോ സാമ്പത്തിക ഇടപാടാണോ ഇതെങ്കിൽ നമുക്കതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. മന്ത്രിമാർ എന്ന നിലയിൽ അവർക്കെതിരായി ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അത് സമൂഹത്തിലെ പൊതുപ്രവർത്തകന്മാർക്കും അതുപോലെ തന്നെ നിലപാടിൽ നിൽക്കുന്ന ആളുകൾക്കുമെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണമാണ്. ആ ആരോപണത്തിനകത്ത് സത്യമില്ല എങ്കിൽ, അത് അടിസ്ഥാനരഹിതമാണ് എങ്കിൽ അതിനിവിടെ നിയമമുണ്ടല്ലോ. ആ നിയമപരമായ ഒരു നടപടിയിലേക്ക് പോകുന്നില്ല. ഇപ്പൊ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട കെ എം മാണിക്കെതിരായി വ്യക്തിപരമായ നിശ്ചിതമായ ആരോപണം ഉണ്ടായിട്ട് 8 ദിവസമായി. ഈ 8 ദിവസമായിട്ട് പോലും അത് അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുന്നതല്ലാതെ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ പോലുമുള്ള മാന്യതയോ അതിനുള്ള ആർജവമോ അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് താങ്കളുടെ വിമർശനത്തിന്റെ കാതൽ. എനിക്കത് മനസ്സിലാക്കും. ദയവായി തുടരുക ശ്രീ വി എസ് സുനിൽകുമാർ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. തോമസ് ഉണ്ണിയാടൻ, കേരള കോൺഗ്രസ് നേതാവ്, MLA, ടെലിഫോൺ ലൈനിൽ. ശ്രീ തോമസ് ഉണ്ണിയാടൻ, ഇന്ന് ബാർ ഉടമകൾ അവരുടെ ആവശ്യത്തിൽ നിന്ന്, അവരുടെ ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല കുറെ കൂടി കടുപ്പിച്ചിരിക്കുകയാണ് അവരുടെ നിലപാട് പൊതുജന സമൂഹത്തിന്റെ മുമ്പിലെങ്കിലും. അവർ പറയുന്നത്, ബിജു രമേശ് എന്ന് പറഞ്ഞത്, എൻ്റെ ബിസിനസ്സിൽ മാണിസാർ കൈവച്ചാൽ മാണിസാറിൻ്റെ ബിസിനസ്സിൽ ഞാനും കൈവയ്ക്കും. എനിക്ക് 1 രൂപയുടെ നഷ്ടമുണ്ടായാൽ മാണിസാറിന് 2 രൂപയുടെ നഷ്ടമുണ്ടായിരിക്കും. എന്തൊക്കെ ബിസിനസ് ഉണ്ടെന്നറിയാം, എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും അറിയാം എന്നാണ്. ഇത് ഇപ്പൊ എത്ര ദിവസമായി ഇങ്ങനെ ബിജു രമേശ് പറയാൻ തുടങ്ങിയിട്ട്? കഴിഞ്ഞ 31-ാം തീയതി അദ്ദേഹം പറയാൻ തുടങ്ങിയതാ. ഇന്ന് 9ാമത്തെ ദിവസമാണ്. ഈ സംസാരമല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവോ രേഖകളോ കൊടുത്ത് അദ്ദേഹം പറയുന്ന ആരോപണം ശരിയാണെന്ന് തെളിയിക്കാനുള്ള ഒരു ബാധ്യത അദ്ദേഹത്തിനില്ലേ? ഇങ്ങനെ ബാലിശമായി സംസാരിക്കുക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ ഒരു നല്ല വ്യക്തി എന്ന് കരുതുന്ന ആർക്കെങ്കിലും പറ്റുന്ന ഒന്നാണോ? ഇങ്ങനെ എന്തിനാണ് ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങൾ നടത്തുന്നത്?
അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹത്തിന് ബോധ്യത ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഇതിന് ആവശ്യമായ എല്ലാ സംവിധാനവും ഇവിടെ ഗവൺമെന്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ ക്വിക്ക് വെരിഫിക്കേഷൻ, വിജിലൻസിനെ ഒരു ടീമിനെ ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ശ്രീ തോമസ് ഉണ്ണിയാടൻ, ഞാൻ താങ്കൾ പറയുന്നതിനോട് യോജിക്കുകയാണ്. പക്ഷേ ഒരു ബാർ മുതലാളിക്ക് ഇങ്ങനെ ഒരു സർക്കാരിനെ മുൾമുനയിൽ നിർത്താൻ, അല്ലെങ്കിൽ തെരുവിലിട്ട് ഇതൊക്കെ അലക്കാൻ, ഇതിപ്പോൾ കെ എം മാണിയുടെ കാര്യം മാത്രമല്ല, 20 കോടി രൂപ ഈ ഹഫ്ത വാങ്ങിക്കുന്നത് പോലെ ഞങ്ങളിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നു. ആ ബാർ മുതലാളിമാരുടെ യോഗത്തിൽ അവർ പറയുകയാണ്, ഞങ്ങൾ സർക്കാരിനെ വളയ്ക്കും, ഒടിക്കും, കമിഴ്ത്തിക്കളയും എന്നൊക്കെ. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 9 ദിവസമായല്ലോ ഇങ്ങനെ കേരളത്തിലെ കുറെ ബാർ മുതലാളിമാർ സർക്കാരിനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അതിനെ ചെറുക്കാൻ, നിയമപരമായി അടക്കം നീങ്ങാൻ നിങ്ങളുടെ പാർട്ടിക്കും സർക്കാരിനും മടി? തീർച്ചയായും ഗവൺമെന്റ് ആ നിലയിൽ തന്നെ ഗൗരവമായി ചിന്തിക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഇത്തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതിയെ നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക തന്നെ വേണം. അതിന് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ്. ഒരു സംശയം ആർക്കും വേണ്ട. റൈറ്റ്, അതിങ്ങനെ പറയുന്നതേ ഉള്ളൂ, ബിജു രമേശ് പറയുന്നതേ ഉള്ളൂ എന്ന് നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ നിയമ നടപടികളിലേക്ക് പോവുകയാണെന്ന് നിങ്ങളും പറയുന്നതേ ഉള്ളൂ. ഞാൻ ദയവായി തുടരുക, ഞാൻ മടങ്ങി വരാം. ശ്രീ അജയ് തറയിൽ, ഇന്നലെ ഒരു ബാർ മുതലാളി പറഞ്ഞത് ഒരു സെറ്റിൽമെന്റ് ഈ സർക്കാർ ഞങ്ങളുമായി ഉണ്ടാക്കും, ഇല്ലെങ്കിൽ ഈ സർക്കാരിനെ ആകെ തന്നെ കമിഴ്ത്തിക്കളയും എന്നാണ്. അവരുടെ യോഗത്തിൽ പറഞ്ഞത് നമ്മൾ ഒരാളെ ഈ ദുരവസ്ഥ മാറ്റാൻ വേണ്ടി വളച്ചു വെച്ചിരിക്കുകയാണ്, വളയ്ക്കണോ ഒടിക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കും എന്നാണ്. ബാർ ഉടമകൾ ഈ സർക്കാരിനെ ഭീഷണിപ്പെടുത്തുകയാണ്, ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. അങ്ങനെ നിന്നു കൊടുക്കേണ്ട എന്ത് ബാധ്യത, എന്ത് കാരണമുണ്ട് ഈ സർക്കാരിന്? മടിയിൽ കനമുള്ള ആളുകൾക്ക് വഴിയിൽ പേടിയുടെ കാര്യമുള്ളൂ. അഭിലാഷേ, അങ്ങനെയൊന്നും ഒരു ബാർ മുതലാളിയും പറഞ്ഞില്ല. അത് പറയാനുള്ള ധൈര്യമൊന്നും ഒരു ബാർ മുതലാളിക്കും ഇല്ല. അവരുടെ അന്തഃപുരങ്ങളിൽ അവർ പലതും സംസാരിക്കും, അവരുടെ വീട്ടിലോ അവരുടെ യോഗത്തിലോ ഒക്കെ പലതും പറയും. ഇവിടെ ബിജു രമേശ് നമ്മുടെ നികേഷിനോട് നടത്തിയ വാർത്താ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ 1 കോടി രൂപ വെച്ച് ആദ്യം പിരിച്ചു, പിന്നെ അത് 2 കോടി വെച്ച് തരാൻ പറഞ്ഞു. അത് അപ്പോൾ നികേഷ് പറഞ്ഞു 10 കോടിയാണോ? 10 കോടിയൊന്നും ആയി കാണത്തില്ല, 2 കോടി രൂപ ഞങ്ങൾ കേസ് കൊടുത്തു. അങ്ങനെയുള്ള കണക്കുകളാണ് ശ്രീ ബിജു രമേശ് പറയുന്നതായിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ അഭിലാഷ് പറയുന്നതും കളവാണ്. പിന്നെ അല്ല, ഞാൻ എന്ത് കളവ് പറഞ്ഞു എന്നാണ് ശ്രീ അജയ് തറയിൽ പറയുന്നത്? ഈ 20 കോടിയുടെ കണക്ക് ഇന്ന് അല്പസമയം മുൻപ് അദ്ദേഹം ചേർത്തലയിൽ ആലപ്പുഴയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഈ 20 കോടിയുടെ കണക്ക് പറയുന്നത്. പിന്നെ ഞാൻ കോട്ട് ചെയ്തതൊക്കെ ഓൺ റെക്കോർഡായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങൾക്കും റെക്കോർഡുണ്ട്. ഈ പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ സ്വന്തമായി കൂട്ടിച്ചേർത്തതല്ല. ഈ ബാർ ഉടമസ്ഥർ ഉപയോഗിച്ച വാക്കുകൾ തന്നെയാണ് അവരുടെ യോഗങ്ങളിലാകട്ടെ അല്ലെങ്കിൽ അവരുടെ സംഭാഷണങ്ങളിലാകട്ടെ നടത്തിയിട്ട്. അതിലും പോട്ടെ, അതിന്റെ കണക്ക് 20 ആണോ 10 ആണോ കേൾക്കുന്നില്ല. ശ്രീ ബിജു രമേശ് അല്ലാതെ ഒരു ബാർ മുതലാളിയും ഈ ഗവൺമെന്റിലെ ശ്രീ കെ എം മാണിക്കെതിരെ ഒരു ആരോപണം പോലെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. കെ എം മാണിക്കെതിരെ മാത്രമാണ് ആരോപണമുള്ളത്. അതിനകത്ത് എന്തോ കാര്യങ്ങൾ അവർക്കുണ്ടാകാം. ഈ ഗവൺമെന്റ് ഒരു മുൾമുനയിൽ നിൽക്കുന്നില്ല. ഞങ്ങൾ ഈ ആരോപണത്തെ തൃണവൽഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഈ ആരോപണത്തിന് അടിസ്ഥാനമുണ്ടെങ്കിൽ പ്രതിപക്ഷം വരുമല്ലോ. ഒരു നിസ്സാരമായ ആരോപണമല്ലല്ലോ. വലിയൊരു ആരോപണമാണെങ്കിൽ ഈ സുൽകുമാരൊക്കെ നോക്കിയിരിപ്പോ, അല്ലെങ്കിൽ പിണറായി വിജയൻ നോക്കിയിരിക്കുവോ, അച്യുതാനന്ദൻ നോക്കിയിരിക്കുവോ? അവരൊക്കെ നിങ്ങൾ ഈ ബൈക്കുമായി ചെല്ലുമ്പോൾ എന്തെങ്കിലും പറയുന്നു എന്നതിനപ്പുറം ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമായി പ്രതിപക്ഷങ്ങൾക്കും അറിയാം. കെ മാണിക്കും സർക്കാരിനുമെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബാർ ഉടമ ബിജു രമേശ്. സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകും എന്ന പ്രഖ്യാപനവും ബാർ ഉടമകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അതേസമയം എവിടെ തെളിവ് എന്ന ചോദ്യവുമായി മുഖ്യമന്ത്രി ഇന്ന് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. ടോക്കിംഗ് പോയിന്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതേ വിഷയത്തിലുള്ള ചർച്ച അല്പസമയത്തിനകം എഡിറ്റേഴ്സ് അവറിൽ ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ വി എസ് സുനിൽകുമാർ, ശ്രീ അജയ് തറയിൽ, ശ്രീ തോമസ് ഉണ്ണിയാടൻ, ശ്രീ ആനത്തലോട്ടം ആനന്ദൻ